4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലുമുള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് പെരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ വിളിക്കണത് കേട്ടതാണ്. അല്ലാതെ ഈ സ്വഭാവം വരൂല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കുന്ന സാധനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിൻ്റെ പരിപാലനം ചെയ്യണം. അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം. മദ്രസൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദ്രസൻ്റെ അടുത്ത് കൂടെ. അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു, വാപ്പ ഇൻ്റെ മദ്രസയാണിത് എന്ന് പറഞ്ഞു. എന്നാൽ വാപ്പ അപ്പോൾ പറയണം, മോനെ ഇൻ്റെ മദ്രസ എന്ന് പറയരുത്, ഞങ്ങളെ മദ്രസയാണെന്ന്. അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം. ഇൻ്റെ മദ്രസ എന്ന് പറയല്ല മോനെ, ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ. സംഭവം വളരെ നിസ്സാരമാണ്, പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ദിവസം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ്മാഷ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണ്. അതിൽ വാപ്പ ചോദിക്കാണ്, എന്തേച്ച് പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. ഏത്? ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോൾ ഈ കുട്ടി കയ്യമ്മ പിടിച്ചണത്ര ഓലത്തും. അത് അപ്പ തിരുത്തി കൊടുക്കണം, അപ്പ തിരുത്തണം. മോനെ, ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ അത് നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ. ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത ആളുടെ വചനം മുടങ്ങും, അവന്റെ ആക്തിപത്ത് ചീത്തയായിരിക്കും. ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, ഗൾഫ് പോയിട്ടൊന്നും ആയില്ല, അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല, റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല, കോൺക്രീറ്റ് എടുത്തു എടുക്കെത്തണില്ല, പലയിടത്തും പൈസ കൊടുത്തു അതിന് ഇങ്ങോട്ട് കിട്ടാനില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു. ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറെ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ. ഇതൊക്കെ വാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തുനിന്നും കേട്ട് പഠിക്കുന്നതാണ്. അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല.